കാർഷിക വാർത്തകളിലേക്ക്. രാജ്യത്ത് ഗോതമ്പ് സംഭരണം വർദ്ധിച്ചു. ഏപ്രിൽ വരെയുള്ള സംഭരണം 46% വർദ്ധിച്ച 20 ദശലക്ഷം ടണ്ണിനടുത്തെത്തി. ഏപ്രിൽ 24 വരെയുള്ള സംഭരണം 19.86 ദശലക്ഷം ടണ്ണായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഗോതമ്പ് സംഭരണം 13.58 ദശലക്ഷം ടണ്ണായിരുന്നു. ഏപ്രിൽ 24 പ്രതിദിന സംഭരണം 1.47 ദശലക്ഷം ടണ്ണായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1.67 ദശലക്ഷം ടണ്ണായിരുന്നു. 11.5% കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം പ്രതിദിന സംഭരണം കുറഞ്ഞിട്ടില്ല. എന്നാൽ മുൻവർഷത്തെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. 2024 വിളവെടുപ്പ് വൈകിയതാണ് ഇതിന് പ്രധാന കാരണം. എന്നിരുന്നാലും കഴിഞ്ഞ 10 ദിവസമായി സ്വകാര്യ സംഭരണം വർദ്ധിച്ചു, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ. അതിനാൽ വിലകൾ നേരിയ തോതിൽ വർദ്ധിച്ചു. സംസ്ഥാന സർക്കാരുകളുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം 31.27 മെട്രിക് ടൺ ഗോതമ്പ് സംഭരിക്കാനാണ് കേന്ദ്രം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിൽ പഞ്ചാബിൽ നിന്ന് 12.4 മെട്രിക് ടൺ, ഹരിയാനയിൽ നിന്ന് 7.5 മെട്രിക് ടൺ, മധ്യപ്രദേശിൽ നിന്ന് 6 മെട്രിക് ടൺ, ബീഹാറിൽ നിന്ന് 0.2 മെട്രിക് ടൺ, ഗുജറാത്തിൽ നിന്ന് 0.1 മെട്രിക് ടൺ എന്നിവ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാം ഓയിലിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. തീരുവ 40% വർദ്ധിപ്പിക്കണമെന്നാണ് സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഭക്ഷ്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടത്. റിഫൈൻഡ്, ബ്ലീച്ച്ഡ്, ഡിയോഡറൈസ്ഡ് പാം ഓയിലിന്റെ ഇറക്കുമതി തീരുവ നിലവിലെ 32.5% നിന്ന് 40% വർദ്ധിപ്പിക്കണമെന്ന് സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയോട് അഭ്യർത്ഥിച്ചു. RBD പാം ഓയിലിനും ക്രൂഡ് പാം ഓയിലും തമ്മിലുള്ള തീരുവ വ്യത്യാസം 7.5% മാത്രമാണെന്നും അത് കുറഞ്ഞത് 15% ഉയർത്തണമെന്നും ജോഷിക്ക് അയച്ച കത്തിൽ SCA പ്രസിഡന്റ് സഞ്ജീവ് അസ്താന പറഞ്ഞു. രാജ്യത്ത് ശേഷി വിനിയോഗവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാൻ ഇത്തരമൊരു തീരുമാനം സഹായിക്കും. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ ദർശനവുമായി ഇത് പൊരുത്തപ്പെടുമെന്ന് SCA പ്രസിഡന്റ് പറഞ്ഞു. വില കുറഞ്ഞ പാമോലിൻ ഇറക്കുമതി ഭക്ഷ്യ എണ്ണ ശുദ്ധീകരണ മേഖലയെ ബാധിച്ചിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഇന്ത്യ വലിയ അളവിൽ പാമോയിൽ ഇറക്കുമതി ചെയ്യുന്നു. രാജ്യത്ത് പാമോയിലിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി തുറമുഖാധിഷ്ഠിത പാമോയിൽ ശുദ്ധീകരണ വ്യവസായത്തിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും അസ്താന പറഞ്ഞു. ക്രൂഡ് പാമോയിൽ ഇറക്കുമതി ചെയ്യുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം രാജ്യത്തിനുള്ളിൽ മൂല്യവർദ്ധനവിനും സഹായിക്കുന്നു. ക്രൂഡ് ഓയിലും ശുദ്ധീകരിച്ച എണ്ണയും തമ്മിലുള്ള നിലവിലെ ഇറക്കുമതി തീരുവ വ്യത്യാസം 7.5% CPOയിൽ നിന്ന് വ്യത്യസ്തമായി ശുദ്ധീകരിച്ച പാമോയിൽ ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ റിസർവോയറുകളിൽ സംഭരിച്ചിട്ടുള്ള ജലത്തിന്റെ അളവിൽ കുറവ്. രാജ്യത്തെ അണക്കെട്ടുകളിലെ 4-ൽ 3 എണ്ണത്തിലും വെള്ളം സംഭരണശേഷിയുടെ 50% താഴെയാണ്. ഇന്ത്യയിലെ 161 പ്രധാന റിസർവോയറുകളിലെ സംഭരണം ഈ ആഴ്ച ശേഷിയുടെ 35.5% കുറഞ്ഞു. അവയിൽ 4-ൽ 3 ഭാഗവും 50% താഴെ വെള്ളമാണ് ഉൾക്കൊള്ളുന്നതെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഡാറ്റ കാണിക്കുന്നു. 182.375 BCM കപ്പാസിറ്റിയിൽ 64.814 ബില്യൺ ക്യൂബിക് മീറ്ററാണ് പ്രധാന അണക്കെട്ടുകളിലെ സംഭരണം. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 17%, സാധാരണയേക്കാൾ 18% കൂടുതലാണ്. രാജ്യത്തെ 96 അണക്കെട്ടുകളിലെ ജലനിരപ്പ് 40% താഴെയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് മാർച്ച് 1 മുതൽ ഏപ്രിൽ 24 വരെ രാജ്യത്തെ 715 ജില്ലകളിൽ 51% മഴ കുറവോ മഴ ഇല്ലായ്മയോ ആണ്. ഏപ്രിലിൽ സാധാരണയിലും താഴെയുള്ള മഴയാണ് വാട്ടർ കമ്മീഷൻ പ്രവചിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലങ്കാന കർഷകർക്ക് വിള ഇൻഷുറൻസ് ലഭിക്കും. വിവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വിളനാശത്തിന് കർഷകർക്ക് ആശ്വാസം നൽകുന്നതാണ് പദ്ധതി. അടുത്ത ഖാരിഫ് സീസണിൽ സമഗ്ര വിള ഇൻഷുറൻസ് പദ്ധതി പുനരാരംഭിക്കാനാണ് തെലങ്കാന സർക്കാർ പദ്ധതിയിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് അകാല മഴ, അമിതമഴ, മഞ്ഞുവീഴ്ച, വരൾച്ച എന്നിവ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് കർഷകർക്ക് ആശ്വാസം നൽകുന്നതാണ് പദ്ധതി. 2020 പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ നിന്ന് തെലങ്കാന ഒഴിവായിരുന്നു. ഇപ്പോഴാണ് കേന്ദ്ര പദ്ധതിയിൽ വീണ്ടും ചേരാൻ തീരുമാനിച്ചത്. പദ്ധതി പ്രകാരം കർഷകർ അവരുടെ ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5% പ്രീമിയം അടയ്ക്കേണ്ടി വരും. ബാക്കി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പങ്കിടും. വാണിജ്യ വിളകൾക്ക് അവരുടെ വിഹിതം ഏകദേശം 5% ആയിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.